So we are at Sahal's house, Sahal Abdul Samad's house, and we are joined by his father, and we have Rafi's brother here as well. But for a change, he won't be talking much about Rafi. He's here to speak a little more about Sahal, and we'll get to know Sahal more. അപ്പോൾ ഉപ്പയോട് ചോദിക്കാം ആദ്യം ഏത് സമയത്ത് തോന്നി ഉപ്പ കളിച്ചിട്ടുണ്ടോ ഫുട്ബോൾ? ഞാൻ കളിക്കണം മുമ്പ് കളിച്ചിരുന്നു, പിന്നെ അത് വോളിബോളിലൊക്കെ മാറി. ലാസ്റ്റ് പിന്നെ വയസ്സൊക്കെ ആകുമ്പോൾ പിന്നെ ടേബിൾ ടെന്നീസായി. അപ്പോൾ അങ്ങനെ കിട്ടിയതാണെന്ന് രണ്ടുപേർക്കും? ശരിക്കും അവിടെ പ്രചോദനം തന്നെ നമ്മൾ കളിക്കുന്ന കളിയിലുള്ള ഇതിലാണ് അവന് പ്രചോദനം കിട്ടിയത്. അവിടുത്തെ ചെറുപ്പത്തിൽ അവിടെ പഠിച്ചുകൊണ്ട് അവിടെ സ്കൂളുകളൊക്കെ അക്കാഡമിയും ഇതൊക്കെ ഉണ്ടായിരുന്നു സ്പോർട്സിൻ്റെ. അപ്പോൾ അതിൽ അവൻ ജോയിൻ ചെയ്ത് അവന് എല്ലായിടത്തും കളി തന്നെയാണ്, വീട്ടിലായാലും പുറത്തായാലും. സാധാരണ കുട്ടികൾക്കുള്ള ഇത് അതിന് കുറച്ച് കൂടുതലായിട്ട് മറ്റ് കുട്ടികൾ ഇല്ലാത്ത ഇവന് കുറച്ച് കൂടുതലാണ് ഇതിൽ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു മുമ്പേ ചെറുപ്പത്തില്. കളിക്കാനാവുന്ന പിന്നെ അത് ആൾക്കാർ പറയുമ്പോഴാണ് നമ്മൾ ശരിക്കും അറിയുന്നത്. ശരിക്കും അതിൻ്റെ നമ്മളെ കുട്ടികൾ കളിക്കുമ്പോൾ നമ്മളങ്ങനെ ശ്രദ്ധിക്കില്ലല്ലോ കൂടുതൽ. അപ്പം ആൾക്കാർ പറയും ഇതാ ഇവനെ പിന്നെ ഇങ്ങനെയൊക്കെ സ്കില്ലുണ്ട് അവനെ ഇങ്ങനെ ആക്കണം, അവനെ പഠിപ്പിക്കണം, അല്ലെങ്കിൽ അക്കാഡമി ചേർക്കണം എന്ന് പറയുമ്പോൾ നമ്മൾ അതിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അത്രയാണ്. അപ്പോൾ സഹാൽ എന്ത് വയസ്സായിരുന്നു സഹാലിന് ആദ്യമായിട്ട് വന്നപ്പോൾ പറഞ്ഞു എനിക്ക് കളിക്കണം, കളിയാ താല്പര്യം എന്നുള്ള? കളിക്കണം എന്ന് പറയാറില്ല. സാധാരണ കളി ജ്യേഷ്ഠന്മാർക്ക് കളിക്കും. ഞാൻ പറഞ്ഞില്ല ഫാസില് അവന്റെ കളിയൊക്കെ അവിടെ ക്ലബിൽ അവർ കളിക്കുമ്പോൾ ഇവൻ പോകാൻ വേണ്ടിയിട്ട് ഇത് കാണിക്കണ്ട. അപ്പൊ ഞാനും കൂടെ പോകും കാണിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ പിന്നെ കളി എന്ന് പറഞ്ഞാൽ സ്കൂളിലാണ് അവന് ശരിക്ക് ചെയ്തത്. സ്കൂളിൽ അവിടെ ചേർന്നപ്പോഴാണ് അവന് കൂടുതൽ ഇത് കിട്ടിയത്. അപ്പോൾ ഷാഫിയോട് ചോദിക്കാം, സഹാൽ നാട്ടിൽ വന്നപ്പം എങ്ങനെയായിരുന്നു ആ ഒരു ജേർണി? എങ്ങനെയായിരുന്നു? യു സീൻ ഹിം ക്ലോസ്. ഞാൻ ആദ്യം അവനെ കാണുന്നത് ദുബൈയിൽ. ഞാൻ അങ്ങനെ ഒരു വിസിറ്റ് കളിക്കാൻ പറ്റുന്നുണ്ടായിരുന്നു. അപ്പം മുമ്പേ ഏട്ടൻ ഫാസിലിനെ അറിയാം. ഫാസിൽ എൻ്റെ കൂടെ മുമ്പ് കളിക്കാനൊക്കെ ഉണ്ടായിരുന്നു. ഫാസിൽ അതിൻ്റെ ഒരു പാർട്ണറുണ്ട് മുനീറിനൊക്കെ, അവരുടെ കൂടെ എല്ലാം ഇങ്ങനെ കാണും. പിന്നെ ഇവനെ എൻ്റെ എതിരെ ആദ്യമായിട്ട് കളിക്കുന്നത് ദുബൈയിലാണ്. ദുബൈയിൽ വന്നപ്പം ആ ടൂർണമെൻറ്റ് അവർ വിൻ ചെയ്യുകയും ചെയ്ത് സായലും ഇവർ മൂന്നാളും ഒരുമിച്ചുണ്ടായിരുന്നു. അങ്ങനെ ആ സായലിനെ ഞാൻ ആദ്യം കാണുന്നു. അപ്പോൾ പേര് കാര്യങ്ങളിലാണ് അറിഞ്ഞ് ചോദിച്ച കാര്യങ്ങൾ. അപ്പോൾ നാട്ടിൽ വന്നപ്പോൾ ഇങ്ങനെ കാണും. കളിക്കാനുള്ള തൃക്കരിപ്പൂരേക്കുള്ള വരുത്ത് കുറവാണ്. പിന്നെ ഇവിടെ കുറച്ച് അപ്പുറത്തൊരു ഗ്രൗണ്ട് ഉണ്ട്, അവിടെ അങ്ങനെ വന്ന് അവനെ കണ്ടതാണ്. പിന്നെ നാട്ടിൽ വന്നപ്പോൾ പിന്നെ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ ഫ്രണ്ട്. അവൻ മുഖേന ഒന്ന് രണ്ട് കളിക്ക് ഞാൻ കൂട്ടിക്കൊണ്ട്. അപ്പോൾ അവൻ്റെ അടുത്ത് കാലിൽ കളിയുണ്ട് നമുക്കപ്പം ഒരാളെ കണ്ടാൽ മനസ്സിലാവില്ല എങ്ങനെയാണ് ആള് പിന്നെ ഉഷാറാവില്ല. അപ്പോഴേ തോന്നി ഞാനൊരു അറിയപ്പെടുന്നൊരു കളിക്കാരനാണെന്ന് അപ്പോഴേ തോന്നിയത്. എൻ്റെ അങ്ങനെയാണ് എനിക്ക് തോന്നിയത്. പിന്നെ ഫാസിലിന് അവൻ്റെ ഏട്ടനെ കുറിച്ച് പറയുകയാണെങ്കിൽ സായല് ഏട്ടൻ്റെ കളി കണ്ടിട്ടായിരിക്കും മിക്കവാറും ഇതിലേക്ക് പോകണമെന്നുള്ളൊരു പിന്നെ തോന്നിയിട്ടുണ്ടാകും. ഫാസില് നല്ല കളിക്കുന്ന ഒരു പ്ലെയറാണ്. പക്ഷെ എന്താ പറയുക, ദുബൈയിൽ തന്നെ ആയതുകൊണ്ട് പിന്നെ ഇങ്ങോട്ട് വരാനുള്ള ഇതെല്ലാം അതുകൊണ്ടായിരിക്കും അവിടെ തന്നെ സെറ്റിൽ ആയിട്ടുണ്ടാകും. ആ ഒരു ഭാഗ്യം അനിയനെ കിട്ടിയത് അതായിരിക്കും ഇവന് കിട്ടിയിട്ടുള്ളത്. പിന്നെ സ്റ്റാർട്ടിൽ ജേർണി എങ്ങനെയായിരുന്നു? പ്രൊഫഷണലി കളിക്കാൻ തുടങ്ങി കഴിഞ്ഞപ്പം എങ്ങനെയായിരുന്നു ആ ഒരു ജേർണി? എവിടത്തേക്കുള്ള ഫുട്ബോൾ പ്രൊഫഷണൽ കരിയർ. അപ്പൊ അത് ഓരോ ക്ലബ്ബുകാർ ഏറ്റെടുക്കാണല്ലോ പറ്റത്. അപ്പൊ ഇവിടെ വന്നപ്പോൾ ആദ്യം ഇവിടെ കോളേജ് ടീമിൽ കയറി. പിന്നെ യൂണിവേഴ്സിറ്റി ഇവിടെ കണ്ണൂര് ലാത്ര കോളേജ് ചേർന്ന് അവിടെ സ്പോർട്സിന്റെ അത്ര അവർക്ക് ഇതില്ലാത്തതുകൊണ്ട് അവൻ SN കോളേജിലേക്ക് മാറിയതാണ്. അപ്പൊ അവിടെ വെച്ചാണ് ശരിക്കും ഇവിടെ അവന് ശരിക്കുള്ള പേര് വരാൻ തുടങ്ങി, അവിടെ കളിക്കാൻ തുടങ്ങിയപ്പോൾ. അപ്പൊ അവിടുന്ന് പിന്നെ ജില്ലാ ഇതിൽ കയറി. പിന്നെയാണ് ഇവന് സന്തോഷ് ട്രോഫിയിലേക്ക് കിട്ടുന്നത്. സന്തോഷ് ട്രോഫിന്റെ കളി കണ്ടപ്പോൾ അവന് ഇതിലേക്ക് ബ്ലാസ്റ്റേഴ്സിലേക്ക് എടുത്തു. സെവൻസ് ഫുട്ബോളും കളിച്ചിട്ടുണ്ടല്ലേ? കളിച്ചിട്ടുണ്ടോ? അത് ആദ്യം നാട്ടിൽ വന്നു കഴിഞ്ഞ് ഷാഫി മീറ്റ് ചെയ്ത് ദുബൈ, പിന്നെ നാട്ടിൽ വരുമ്പം ആ ഒരു എങ്ങനെയാണ് അഡ്ജസ്റ്റ് ചെയ്ത സെവൻസ് ഫുട്ബോൾ കളിക്കാൻ തുടങ്ങിയപ്പോൾ? ആദ്യമൊക്കെ അവന് അങ്ങനെ അധികം ആൾക്കാർ അവനെ വിളിക്കല് കുറവ് അങ്ങനെ ഉണ്ടായിട്ടില്ല, റയറായിരുന്നു. എന്നാലും ഒരു ബോഡി സ്കില്ല് അങ്ങനത്തെ ഒരു എന്താ പറയാ ആ സമയത്ത് അങ്ങനെയായിരുന്നു. പക്ഷെ ഓൻ കളിക്കാറങ്ങിക്കതാ കളിക്കുന്നത് നമ്മൾക്കറിയാം. അങ്ങനെ നമ്മുടെ ധൈര്യത്തിൽ കൂടി ഞാനൊക്കെ ധൈര്യത്തിൽ കൂട്ടുന്ന രണ്ട് സ്ഥലത്ത് കൊണ്ടുപോയി ഓണ്ടത്തായ കളിയും കളിക്കും. പിന്നെ കോളേജിൽ വന്നപ്പോൾ ആണ് ഇപ്പോൾ പറഞ്ഞ പോലെ
ഇവിടെ വന്നപ്പോൾ ആണ് അവൻ്റെ ഒരു ഇതിനോടുള്ള ഒരു കമ്പം കൂടിയത്. ഫുട്ബോൾ കളിച്ചിട്ട് ഒരു കളിക്കാരനാവണം നല്ലൊരു ഒരു ഉയർന്ന രീതിയിൽ എത്തണം എന്നുള്ളൊരു ഓൻ്റെ ഡെഡിക്കേഷൻ കൊണ്ട് മാത്രമാണ് ഓൻ ഈ ലെവലിലെത്തിയത്. ഓന് അതിനോടുള്ള ഒരു എന്താണ് അടങ്ങാത്തൊരു വാശി ഉണ്ടായിരുന്നു. ഇപ്പൊ ഉണ്ട്. ഇപ്പൊ കണ്ട സംസാരിക്കുമ്പോ എന്നും കുറെ ജേഷനൊക്കെ നല്ല സപ്പോർട്ട് ഉണ്ടാവും. ക്ലാസ്സിന് നമ്മള് അവിടെ പിന്നെ പ്രീ ഡിഗ്രി ഇപ്പോഴെന്താ +2 കഴിഞ്ഞിട്ട് നേരെ ഇവിടെ ഡിഗ്രിക്ക് വന്നപ്പോൾ ആദ്യം ഞങ്ങൾ വിട്ടവനെ ഇങ്ങോട്ട്. അപ്പോൾ ഇവൻ ഇവിടെ വന്നിട്ട് ഇവൻ വീണ്ടും എനിക്ക് ഇവിടെ ശരിയാവില്ല. അപ്പോൾ അവിടെ തന്നെ ഉണ്ട് ഉമ്മാപ്പാനും കൂടെ ഒക്കെ മുമ്പേ ഉള്ളത്, അവിടെ ജനിച്ചു വളർന്നതല്ലേ. അപ്പോൾ ഇവൻ രണ്ടാമത് തിരിച്ചു വന്നു ഇങ്ങോട്ട്. തിരിച്ചു വന്നപ്പോൾ പിന്നെ അവൻ്റെ ജ്യേഷ്ഠന്മാരും അവൻ്റെ ആൾക്കാരെല്ലാം എന്ത് പറഞ്ഞു, എനിക്ക് ഒരു ഭാവി വേണമെന്നുണ്ടെങ്കിൽ നീ നാട്ടിൽ തന്നെ പഠിക്കണം. അങ്ങനെയാണ് അവനെ പുഷ് ചെയ്ത് നാട്ടിലേക്ക് വിടുന്നത്. ഫാമിലി ആയിട്ട് അങ്ങനത്തെ അവിടെ തന്നെയാണല്ലോ. ഉപ്പാവാലും ഉമ്മാരെല്ലാം അവിടെയാണ്. ഇവിടെ കുറവാണ്. അപ്പോൾ വെക്കേഷനിൽ വരുന്ന അങ്ങനെ തിരിച്ചു പോയിട്ടുണ്ടായിരുന്നു അങ്ങോട്ട്. ഇവിടെ പറ്റില്ല എന്നെല്ലാം പറഞ്ഞു. അതിപ്പോൾ പറഞ്ഞാൽ കറക്റ്റാണ്. അവിടുന്ന് അങ്ങനെയാണ് ഇങ്ങോട്ട് വന്നിട്ട് ഇവിടെ കോളേജ് ചേരുന്നതും ഇത്ര ഉയർച്ചയിലെത്താൻ കാരണം അതാണ് തോന്നുന്നു. കണ്ണൂര് സിദ്ദീഖ് എന്ന് പറഞ്ഞ നല്ലൊരു പിന്നെ സപ്പോർട്ട് ചെയ്ത ഒരാളാണ് സിദ്ദീഖ് സാറ്. അയാള് നല്ലൊരു പിന്നെ കാഴ്ചപ്പാട് ഇയാൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അയാൾ ഇങ്ങനെ പുഷ് ചെയ്തിട്ടാണ് അവനെ ഈ ലെവലിൽ കൊണ്ടുവന്നത്. പിന്നെ എല്ലാം വലിയ ഒരാളുണ്ടല്ലോ, അവിടെ ഒരു ഇത് വേണമല്ലേ, അത് നടക്കും. അത്രയുണ്ട്. എന്ത് തോന്നി? മീൻസ് കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി കളിച്ചു, അത് പറയാൻ വേണമെങ്കിൽ നല്ല കളിക്കാരനായിരുന്നു, അവിടെ എത്തും എന്നുള്ള ഇതുണ്ടായിരുന്നു. പക്ഷെ ഇന്ത്യക്ക് വേണ്ടി ഇന്ത്യൻ ടീമിൽ കയറുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷയല്ല. അത് പക്ഷെ ഇന്ത്യൻ ടീമിൽ കയറുമെന്നുള്ള എനിക്ക് അത്ര ഉണ്ടായിട്ടില്ല. പക്ഷെ ഇവന് നല്ല ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. ഇവന്റെ ആൾക്കാരൊക്കെ റാഫിയും കാര്യമൊക്കെ ഇവന് നല്ലൊരു അനസ് നല്ലൊരു പിന്നെ പുഷ് കൊടുത്തിരുന്നവന്. ആ രീതിയിൽ അവൻ പിന്നെ ട്രൈ ചെയ്ത് ഒരു പ്രാവശ്യം ആദ്യം ട്രൈ ചെയ്തപ്പോൾ അവന് കിട്ടിയില്ലായിരുന്നു. അവന് ഭയങ്കര പിന്നെ വിഷമമുണ്ടായിരുന്നു. അവൻ തുറന്ന് പറയുകയും ചെയ്തു, കിട്ടാത്തതിൽ എനിക്ക് കളി അറിയില്ലേ എന്നുള്ളൊരു തോന്നൽ വന്നിട്ട് പിന്നെ അവർ പറഞ്ഞു ഇങ്ങനെ രണ്ടാമത് ഇപ്പോൾ അതിൽ ഒരു ക്യാമ്പ് വരുന്നുണ്ട് ജൂനിയറിൽ. അപ്പോൾ അവന് വയസ്സൊന്നും ആയിട്ടില്ല അത്ര. ആ ജൂനിയറിൽ എടുക്കാമെന്ന് പറഞ്ഞ് അപ്പോൾ അങ്ങനെ 2 മാസം കഴിഞ്ഞ ഉടനെ തന്നെ ഇത് ജൂനിയറിൻ്റെ വന്നപ്പോൾ ക്യാമ്പ് പോയി അവന് കിട്ടി. അതിനും കളിച്ചല്ലോ കുറേ. അതിനുശേഷമാണ് പിന്നെ മറ്റേ സീനിയറിലേക്ക് എടുത്തത്. ആദ്യം ബ്ലാസ്റ്റേഴ്സ് പോകുന്ന സമയത്ത് നമ്മുടെ നാട്ടിൽ വന്ന് ആ സന്തോഷ് ട്രോഫി കളിച്ചു വന്നപ്പോൾ നമ്മുടെ ടീമിന് ഒരു കളി ഉണ്ടായിരുന്നു. അവിടെ വിൻ ചെയ്തിട്ടാണ് ഇങ്ങനെ ബ്ലാസ്റ്റേഴ്സ് വിളിച്ചെന്നിട്ട് പറഞ്ഞത്. നമ്മളെല്ലാം കൊണ്ട് പോയിക്കോ, നല്ലൊരു നല്ലൊരു പ്ലാറ്റ്ഫോമാണ് കിട്ടിയിട്ടുള്ളത്. പോയിക്കോ. ആദ്യം പോയിട്ട് അവന് ഞങ്ങളടക്കം വിളിക്കും. ഞങ്ങൾ ഇപ്പം അധികം വിളിക്കല്ല, വെച്ചാല് തിരക്ക് കാര്യങ്ങള് ക്യാമ്പ് കാര്യങ്ങള് അവർക്ക് അമ്മക്ക് ഇപ്പൊ ഫുട്ബോൾ പ്ലേയേഴ്സിനെ അറിയാം, അങ്ങനെയാണ് അവരെ തിരക്ക് കാര്യങ്ങളിൽ അറിയാം. അപ്പോൾ അങ്ങനെ ആദ്യം വന്നപ്പോൾ ചാൻസ് കിട്ടായിട്ടുള്ള ചെറിയൊരു മുഷിപ്പൊക്കെ പോലെ ഉണ്ടായിരുന്നു. അതൊന്നും കാര്യമാക്കണ്ട, ചെറിയ വയസ്സാണ്, നിൽക്ക്. എന്തായാലും എനിക്ക് അന്നേരം ഉറപ്പുണ്ട് എന്തായാലും ഒരു നല്ല രീതിയിൽ എത്തുന്നു. നമുക്ക് എല്ലാവർക്കും നമ്മുടെ കൂടെ കുറേ ആൾക്കാരുണ്ട് എൻ്റെ കൂടെ കളിക്കുന്നത്. എല്ലാവർക്കും നല്ല ഒരു വിശ്വാസം ഉണ്ടായിരുന്നു അവർക്ക്. അതിപ്പോൾ പ്രൂവ് ചെയ്തു. സന്തോഷമുണ്ടോ കളിക്കുന്ന കാണുമ്പോൾ? നമുക്കുള്ളൊരു സന്തോഷമാണ്. ഇപ്പൊ മെസ്സേജ് കാര്യങ്ങൾ അയക്കും, ഉഷാറാക്കണം, അതൊന്നും ആൾക്കാർ പറഞ്ഞു കേൾക്കാൻ നിൽക്കണ്ട. അത് ഫുട്ബോൾ അങ്ങനെ തന്നെയാണ്. എന്തെന്ന് കളി ഉണ്ടാകുമ്പോൾ എല്ലാവരും അതവൻ തന്നെ പറയും ചില സമയത്ത്. ഇന്നാള് ഒരു പിന്നെ ഇന്റർവ്യൂവിൽ ഇങ്ങനെ ചോദിച്ചപ്പോ അവൻ പറഞ്ഞു ഇതന്നെ എപ്പോഴും പറയണേന്ന്. കാരണം ചില ആൾക്കാർ ഇത് പറഞ്ഞിട്ട് പിന്നെ കുറച്ച് മാറ്റി പറയും. എന്റെ ബ്രദറാണെങ്കിലും നല്ല ഇത് കൊടുക്കും, സപ്പോർട്ട് കാര്യങ്ങളും. അത് മാത്രമല്ല എനിക്കൊന്ന് കുറെ 2-3 മലയാളി താരങ്ങൾ രാഹുൽ ഞാനിപ്പോ അവിടെ ഒരു 10 ദിവസം ഉണ്ടായിരുന്നു എറണാകുളത്ത്. ഇവരെന്നെ ഒരു ടീമുണ്ട്, പുറത്തെല്ലാം പോകേണ്ടവര് 6 ആൾക്കാരുണ്ട്. അവരെല്ലാം ഒരുമിച്ചുണ്ടാവും. ഇപ്പൊ റാഫിക്ക, ലേട്ടൻ, പിന്നെ സായലി, പ്രശാന്ത്, റയനേഷ്, അക്കി, ഇവരെല്ലാം ഇവിടെ പുറത്തു പോകുന്നുണ്ടെങ്കിൽ എല്ലാവരും ഒരുമിച്ചുണ്ടാവും. ഒരു ഗ്രൂപ്പ് കാര്യങ്ങളിലുണ്ട് തോന്നുന്നു, അറിയില്ല. തമ്മിൽ ചർച്ചയൊക്കെ ഉണ്ട്, നടന്നിട്ടുണ്ട്. രാഹുല് പറയും നീ എനിക്ക് പിന്നെ സപ്പോർട്ട് ചെയ്ത് ഞാൻ ഗോൾ അടിക്കാം, അതേമാതിരി ഞാൻ സംഭവിക്കുകയും ചെയ്തു.
സഹാളുടെ ഒരു kick സഹാലിന്റെ ഒരു ആയിരുന്നു, kick ഒരു ആയിരുന്നു, cross മറ്റേ രാഹുൽ KP സാവ് KP ചെയ്തു. അടിച്ചത്. അത് അത് നല്ലൊരു എന്നുവെച്ചാൽ ഈ നല്ല combination. സിമിലർ ഏജ് ആണെങ്കിൽ ആവുമ്പോൾ അതൊരു കോൺഫിഡൻസ് ബൂസ്റ്റ് കോൺഫിഡൻസ് ബൂസ്റ്റ് രണ്ടാൾക്കും ഉണ്ട്. റൂം പാർട്ട്ണറാണ് അതെ. സായലും രാഹുലാണ് റൂം പാർട്ട്ണർ. അപ്പോൾ കണ്ടിട്ടുണ്ടായിരുന്നു. ആ. എന്നും കുറെ ഉഷാർ ഉയരത്തിലെത്തുക ഉറപ്പാണ്. ഈ ഇത്ര വർഷം ഇപ്പൊ കളിക്കാൻ തുടങ്ങി, ഇന്ത്യക്ക് വേണ്ടി കളിച്ചു. ഇപ്പം വീട് നിറച്ച ട്രോഫികളാണ്. അപ്പോ അത് അവിടെയുണ്ട്, അല്ലേക്കുണ്ട്, ഒരു മൂന്ന് ഇതിൽ കുറച്ചുണ്ട്. ഉപ്പായ്ക്ക് ഏതാ ഏറ്റവും അടുത്ത് ഇഷ്ടപ്പെട്ട ഒരു ട്രോഫി അല്ലേ? എപ്പോഴാ ഒരു എന്റെ മോന് എനിക്ക് ISL അവന് പിന്നെ എമർജിങ് പ്ലെയർ കിട്ടിയല്ലോ, ആ സമയത്ത് നല്ലൊരു സന്തോഷം തോന്നി. കാരണം അവൻ പുതുതായിട്ട് കയറിയാണല്ലോ, അപ്പൊ അത്രയും നാളെ കളിച്ചിട്ടുള്ളൂ അതില്, ആ മാച്ചില് കുറഞ്ഞ. അപ്പൊ അത് കളിച്ചപ്പോൾ തന്നെ അവന് ഒരു ഇത് എമർജിങ് പ്ലെയറിന്റെ സ്ഥാനം കിട്ടാന്ന് പറഞ്ഞാൽ ഒരു അംഗീകാരം തന്നെ. അതേപോലെ തന്നെ ഇന്ത്യൻ ഇതിൽ കളിച്ചപ്പോഴും അവന് അവിടെ എമർജിങ് പ്ലെയർ കിട്ടി. അപ്പൊ ഒരു അംഗീകാരമാണ്, എല്ലായിടത്തും കിട്ടുന്ന അംഗീകാരം. അപ്പൊ അവന് കഴിവുണ്ടെന്നുള്ളത് നമുക്ക് തോന്നുന്നതിനേക്കാളും മറ്റുള്ളവർക്ക് തോന്നുന്നുണ്ടെന്നൊക്കെ അറിയുമ്പോൾ നമ്മൾക്ക് അതിന്റെ സന്തോഷമുണ്ട്. ഇനി മുന്നോട്ട് എന്താ പ്രതീക്ഷ സഹായി? ഇനിയും കുറേ കാലം ഇങ്ങനെ നല്ല രീതിയിൽ കളിച്ചു പോകണമെന്ന് നമ്മുടെ എല്ലാം ഒരു പ്രാർത്ഥന. എപ്പോഴും നല്ല രീതിയിൽ പോവാ, ഇവിടെ വെച്ച് നിർത്താണ്ട് ഹാർഡ് വർക്ക് ചെയ്ത് നല്ല രീതിയിലേക്ക് ഉയരട്ടെ എന്നാണ് എനിക്കും അറിയാം. നമ്മളെ പ്രതീക്ഷ തന്നെ. ഇപ്പൊ ഉപ്പയും ഒരു ഫ്രണ്ടും അല്ലെ ഒരു മെന്റോറും അല്ലെ ഏട്ടനായിട്ട് എന്താ ഷാഫി ഒരു സഹാലിനെ ഇപ്പൊ കാണുമ്പം ഒരു മെസ്സേജ് ആയിട്ട് എന്തായിരിക്കും സഹാലിന് വേണ്ടി പറയാനുള്ളത്? അല്ലെ സഹാലിന്റെ ആരാധകർക്ക് എന്തായിരിക്കും ഒരു മെസ്സേജ്? അവരുടെ സപ്പോർട്ട് എപ്പോഴും വേണം. കളിക്കാർക്ക് ഉള്ള ഒരു ഊർജം എന്ന് പറയുന്നത് 90% നമ്മളെ ഫാൻസ് ആൻഡ് ഫ്രണ്ട്സാണ്. അത് എന്നും അവർ നിലനിർത്തട്ടെ. പിന്നെ പടച്ചവന്റെ ഒരു കനിവിനോട് നമ്മൾ പ്രാർത്ഥിക്കുക, അത്രയാണ് നമ്മളെ വിശ്വാസം. കളിയാകുമ്പോ ഫുട്ബോളാണ്, ഇപ്പൊ തോക്കലും ജയിക്കലെല്ലാം ഉണ്ടാവും. അതിപ്പം എല്ലാവർക്കും അറിയണം, ഫാൻസ് ആയാലും അത് ആ രീതിയിൽ എടുക്കാം. ഇപ്പൊ എല്ലാ കളിയും ഇപ്പൊ എല്ലാ ടീമും ജയിക്കണം എന്നില്ല. അപ്പൊ ഫാൻസ് എല്ലായിട്ടും ഫാൻസ് ഇങ്ങനെ മോശമില്ലാത്ത കുറെ കാര്യങ്ങളൊക്കെ പറയും, ഇങ്ങനെ കാര്യം തന്നെയാണ്. അപ്പം സപ്പോർട്ട് ചെയ്യുമ്പോൾ അവർ കൂടുതൽ എന്താണ് കളിക്കണം എന്നില്ല, ടീം ജയിച്ചു വരാനുള്ള ഒരു പിന്നെ എന്താണ് ഒരു പ്രചോദനമാവും. അങ്ങനെയാണ് ചെയ്യരുത്, ഫ്രാൻസിനോട് അങ്ങനെ പറയാം. താങ്ക് യു വെരി മച്ച്.